ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ മാങ്ങച്ചാറിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. 1 കിലോ പച്ചമാങ്ങയാണ് അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്ത് വെച്ച മാങ്ങയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പൊക്കെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന വിധത്തിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി ഇതൊരു 3 മണിക്കൂറോളം ഉപ്പ് പിടിക്കാൻ വേണ്ടി മാറ്റി വെക്കണം. വെളുത്തുള്ളി ഇഞ്ചിയും തൊലിച്ച് വെച്ചതാണിത്. പിന്നെ കാന്താരി മുളകും കൂടെ ഉണ്ട്. ഇതെല്ലാം കൂടെ ചേർത്തിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അത് ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് ആവശ്യത്തിന് നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുക. ഉലുവ ചെറുതായിട്ട് മൂത്ത് വരുമ്പോൾ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം 4 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇനി ഇഞ്ചി വെളുത്തുള്ളിയും കാന്താരി മുളകും കൂടി ചതച്ചെടുത്തത് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നാല് ടീസ്പൂൺ അച്ചാർ പൊടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ ഫ്ലെയിം കുറച്ചിട്ട് വെക്കണം, അല്ലെങ്കിൽ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോവും, അച്ചാറിന് ടേസ്റ്റ് ഉണ്ടാവില്ല. പൊടികളുടെയൊക്കെ പച്ചമണം മാറുമ്പോൾ നേരത്തെ ഉപ്പ് തിരുമ്മി വെച്ച മാങ്ങ ചേർത്ത് കൊടുക്കുക. മാങ്ങയുടെ എല്ലാ ഭാഗത്തേക്കും പൊടികൾ എത്തുന്ന വിധത്തിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. മാങ്ങയിൽ പൊടികളൊക്കെ നന്നായി പിടിച്ചതിന് ശേഷം 1 കപ്പ് വിനാഗിരി ചേർത്ത് കൊടുക്കാം. വിനാഗിരി ചേർത്ത് കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് തിളച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. വിനാഗിരി ജസ്റ്റ് ഒന്ന് തിളക്കുമ്പോൾ അതിൻ്റെ ആ കുത്തന മണം ഒന്ന് മാറിക്കിട്ടും. ഇനി ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ ഉലുവൊക്കെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് കടുക് കൂടെ വറുത്തെടുക്കണം. ഇനി ഇത് ചൂടാറിയതിന് ശേഷം രണ്ടും കൂടെ ചേർത്തിട്ട് നന്നായി പൊടിച്ചെടുക്കാം. ഇനി തയ്യാറാക്കി വെച്ച മാങ്ങച്ചാറിലേക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. കായപ്പൊടി ഇല്ലാത്തതുകൊണ്ട് കട്ടക്കായം വറുത്ത് പൊടിച്ചതാണ്, അതുകൊണ്ടാണ് ഇതിന് ഇങ്ങനൊരു കളറ്. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങച്ചാർ റെഡിയായി. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോഴേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ ചെറിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.